ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. പിസ്ത ഫ്ലേവേർഡ് കേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് പ്രിപ്പറേഷൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ആദ്യം തന്നെ എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എല്ലാ പ്രാവശ്യവും ആദ്യം അങ്ങനെ ചെയ്യും, എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാറാണ് പതിവ്. എനിക്കതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ വെച്ചിട്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടൊക്കെ നന്നായിട്ട് മാറി. അപ്പോൾ നമ്മൾ ലെയറായിട്ട് മാറ്റി കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മൊത്തം ഒരു 3 കിലോയുടെ കേക്കായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ടയർ ആയിരുന്നു കേക്ക്. അപ്പോൾ ഞാൻ അതിനുള്ള ക്രീമൊക്കെ 2 പ്രാവശ്യമായിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. ഞാൻ ഒരുമിച്ച് ബീറ്റ് ചെയ്ത് വെക്കാറില്ല. കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു സ്ട്രക്ചർ കിട്ടണമെങ്കിൽ അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ മറിച്ചാൽ ഇത് പോവരുത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നമുക്ക് കാണുന്നവർക്കും അത് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ നേരത്തെ ഞാൻ കേക്കിൻ്റെ വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലെയറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പിന് പകരം നമ്മൾ ഷുഗർ സിറപ്പും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നല്ല മോയിസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ലെയർ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. കാരണം ഇത് ഇരിക്കും തോറും നമ്മുടെ ക്രീം മെൽറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇടയ്ക്കത്തെ ലെയറിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് ചോക്ലേറ്റ് സിറപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ലെയറിലും ചേർത്ത് കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് 1-2 ലെയറിൽ ഒന്ന് ചേർത്ത് കൊടുത്തു. ആളിവിടെ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് മോള്. ബർത്ത്ഡേ ആകുമ്പോഴേക്കും അവൾക്കുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഭയങ്കര കൗതുകത്തോടു കൂടി ആൾ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ലെയറും അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തു. അത് കൂടുതൽ വീഡിയോയിൽ ആഡ് ചെയ്യാത്തതാണ്, ഒത്തിരി ലെങ്തി ആയി പോകും അപ്പോൾ വീഡിയോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. 2 ടയർ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലേക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് പെർഫെക്ഷൻ ഒന്നും നോക്കുന്നില്ല. തന്നെയല്ല, ക്രീമൊക്കെ മാക്സിമം കുറച്ച് എടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം അത്രയും എല്ലാവരും കഴിക്കുകയല്ലേ. അപ്പോൾ മോളാണെങ്കിലും കേക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരുപാട് കഴിക്കും. അപ്പോൾ ക്രീമൊക്കെ മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഡ്രസ്സ് ഒരു മെറൂൺ ഷെയ്ഡാണ്. പക്ഷേ മെറൂൺ ആകുമ്പോൾ ഒത്തിരി കളർ ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ നോസിൽ വെച്ച് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മണ്ടയ്ക്കൊരു ചെറിയ ഡോളും കൂടെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബാർബി ഇതുകൂട്ടുള്ള ചെറിയ ഡോൾസൊക്കെ കേക്കിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടെ കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പേഴ്സ് ഒന്ന് കുത്തി അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 6 വയസ്സാണ് ആവുന്നത്. അപ്പോൾ 6ൻ്റെ ഒരു ടോപ്പറും ഹാപ്പി ബർത്ത്ഡേയുടേതും ഉണ്ട്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ ടോപ്പറും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ച് സെറ്റ് ചെയ്തെടുത്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്തിട്ട് കേക്ക് കട്ടിങ്ങും ഒക്കെ കാണാം. ടോപ്പേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒക്കെ വെച്ച് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നൈറ്റിൽ നമുക്ക് ഡെക്കറേഷൻ ആയിരുന്നു. കുറച്ച് ബലൂണും ഹാപ്പി ബർത്ത്ഡേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഒരുപാട് ഗസ്റ്റൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്നുള്ളവരും എൻ്റെ ബ്രദറും വൈഫും കുഞ്ഞും അച്ഛനും അമ്മയും ഇവിടുത്തെ അച്ഛനും അമ്മയും അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. മോൾക്ക് ആളുകൾ കുറഞ്ഞാലും ഡെക്കറേഷനൊന്നും ഒരു കുറവും വരുത്തരുത്. ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ നൈറ്റ് തന്നെ അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതും ദം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യും നമ്മുടെ പൈനാപ്പിളും ഉള്ളി ഒന്ന് വറുത്തെടുത്തതും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. വീട്ടിലേക്കുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കളറ് അങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും കൂടുതൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുമെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതും എല്ലാം സെറ്റാക്കി നമ്മൾ
ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടൈം ആയപ്പോൾ തുറന്നപ്പോൾ ഇതാ ഈ ഒരു ലുക്കിലായിരുന്നു കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, നാച്ചുറലായിട്ടുള്ളത്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട് കസ്റ്റേർഡും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം സെറ്റ് ചെയ്ത് ഇന്നലെ നൈറ്റ് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ ആയപ്പോൾ കുറച്ച് കാഷ്യൂസ് വറുത്ത് ചേർത്തന്നേ ഉള്ളൂ. അപ്പം അതും എല്ലാം റെഡിയായി. ഇനി നമുക്ക് മോളുടെ ബർത്ത്ഡേയുടെ പരിപാടിയിലേക്ക് കടക്കാം. ആൾ കേക്ക് കണ്ടപ്പോൾ തന്നെ തുള്ളിച്ചാടാൻ തുടങ്ങി. എല്ലാവരും വന്നപ്പോൾ, ചേട്ടൻ്റെ മോളൊക്കെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു സന്തോഷം. നമ്മളിങ്ങനെ എല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് അവർക്കതെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡാൻസ് ജോയിൻ ചെയ്തതാണ് എൻ്റെ ചേട്ടൻ്റെ മോള്. കാത്തു എന്നാണ് നമ്മൾ വിളിക്കുന്നത്, സാൻവി എന്നാണ് പേര്. ആൾ ഭയങ്കര ഡാൻസുകാരിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ചു. കേക്കിൻ്റെ കൂടെ തന്നെ ഞാനൊരു 7 കപ്പ് കേക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു, പാട്ടൊക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എത്ര പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നത് അല്ലേ. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് വളർന്ന് പോകുന്നത് കാണാം. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇവർ വലുതാകുമ്പോഴും ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണും. നമുക്കൊന്നും അത്രയും ഫോട്ടോസൊന്നും നമുക്ക് കിട്ടി കാണത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൻസ്, നമ്മുടെ ആ ഒരു ഏജിലുള്ള പേരൻസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമാണ്. എനിക്കും അങ്ങനെയാണ്. എനിക്ക് ഫോട്ടോ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.